അതേപോലെ നമ്മൾ കുട്ടികളായിട്ട് നമ്മൾ കറക്റ്റ് ചെയ്യുമ്പോൾ അവരുടെ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അവരെ കണക്റ്റഡ് ആവുക അവരുമായിട്ട്. അപ്പോൾ അവരെ നമ്മൾ ജെൻ്റ്ലി നമ്മൾ അവരായിട്ടൊരു കണക്ഷൻ ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ അവർ കൂടുതൽ നമ്മൾ അനുസരിക്കാനും ആ റൂൾസൊക്കെ കൂടുതൽ നമ്മൾ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് അവർ കൂടുതൽ പ്രിപ്പയർഡ് ആവും. അപ്പം നമ്മൾ അവരെ കറക്റ്റ് ചെയ്യുന്നതിന് മുന്നേ അവരായിട്ട് കണക്റ്റഡ് ആവാൻ ശ്രമിക്കുക. അപ്പം ഇപ്പോൾ ഉദാഹരണം ജനറൽ പാരൻറ്റിങ്ങിൻ്റെ ഉദാഹരണം, ഇപ്പോൾ കുട്ടി നമ്മളോട് ദേഷ്യപ്പെട്ടു, നമ്മൾ ഉണ്ടാക്കി കൊടുത്ത ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ല, അവരത് വലിച്ചെറിയുകയാണെങ്കിൽ നമ്മൾക്ക് ആദ്യം അവരെ പോയിട്ട് ഒരു ആദ്യത്തെ ടെൻഡൻസി അവരെ വഴക്ക് പറയുക, അടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് പകരം നമ്മൾ ഇതൊന്നും അവർ ചെയ്യില്ല. പകരം അതിൻ്റെ കോൺസിക്വൻസ്, അന്ന് അവർക്ക് വേറെ മീൽ കിട്ടില്ല, അവർ വിശന്നിരിക്കേണ്ടി വരും, ആ കോൺസിക്വൻസ് അവർ ഫേസ് ചെയ്യണം. അപ്പോൾ ഇത് റിപ്പീറ്റഡ്ലി അറിയുമ്പോൾ അവർ ഈ മിസ്റ്റേക്ക് ചെയ്യാണ്ടിരിക്കും. അതാണ് ഈ ജനറൽ പാരൻറ്റിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ. അതേപോലെ തന്നെ കുട്ടി ദേഷ്യപ്പെട്ട് അമ്മയോട് വഴക്ക് പറയണം. അപ്പം പലർക്കുള്ള ടെൻഡൻസി തിരിച്ച് അടിക്കുക അല്ലെങ്കിൽ തിരിച്ച് വഴക്ക് പറയുക. ഇത് ഹാർഷ് പാരൻറ്റിങ്ങിൻ്റെ രീതിയാണ്, അത് തെറ്റായ രീതിയാണ്. അതേപോലെ പെർമിസീവ് പാരൻറ്റിങ് ഉണ്ട്. അതായത് പാരൻസ് തമ്മിൽ ഭയങ്കര ഫ്രണ്ട്ലി, പാരൻറ്റും കുട്ടിയും ഭയങ്കര ഫ്രണ്ട് പോലെ ബിഹേവ് ചെയ്യുക. നീ എന്നെ ചീത്ത പറഞ്ഞോ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഓക്കെ, പറഞ്ഞു കൊടുക്കുന്നതിൽ തെറ്റില്ല, പക്ഷേ നമ്മൾ അതിൻ്റെയും കോൺസിക്വൻസസ് അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട ഏതെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം നമ്മൾ വിത്ത്ഹോൾഡ് ചെയ്യുക എന്നുള്ള രീതിയിലായിരിക്കും ജെൻ്റൽ പാരൻറ്റിങ്ങിൽ നമ്മൾ ഫോളോ ചെയ്യുക. അപ്പോൾ ഈ ജെൻ്റൽ പാരൻറ്റിങ്ങിൻ്റെ ഗുണങ്ങളോടൊപ്പം തന്നെ അതിന് ദോഷങ്ങളില്ല എന്ന് പറയുന്നില്ല, ദോഷങ്ങളുണ്ട്. അത് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.